മക്കളെ, ഇന്ന് നമുക്ക് ബൈസിക്കിൾ തീവ്സ് എന്ന വരുൺ ഗ്രോവറിൻ്റെ ഫിലിമി ലേഖിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, ഈ ചാപ്റ്ററിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗരീബി ആർ ഉദാസി കി തുലന ധൂപ് സെ കി ഹെ ക്യോം. ഗരീബി ആർ ഉദാസി, ദാരിദ്ര്യവും അതുപോലെ തന്നെ ദുഃഖം, ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തുലന, അതിനെ വെയിലിനോട് താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ദുഃഖത്തിനെയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനെയും ലേഖകൻ ഇവിടെ വെയിലിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. എന്താണ് അങ്ങനെ താരതമ്യം ചെയ്യാൻ കാരണം? ധൂപ് പറഞ്ഞ വെയിൽ, സൂര്യപ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ക്യോം കി ജൈസെ ധൂപ് ഹർ ജഗഹ് ഫൈൽ ജാത്തി ഹെ വൈസെ ഹി ഗരീബി और उदासी भी पूरे देश में फैल गई थी. ക്യോം കി എന്തുകൊണ്ടെന്നാൽ, ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടത്. ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ആൻസറാണിത്. ക്യോം കി ജയ്സെ ധൂപ് ഹർ ജഗഹ് ഫൈൽ ജാത്തി ഹെ. എന്തുകൊണ്ടെന്നാൽ എപ്രകാരമാണോ വെയിൽ, അതായത് സൂര്യപ്രകാശം, ഹർ ജഗഹ് എല്ലാ സ്ഥലങ്ങളിലും, ഫൈൽ ജാത്തി ഹെ വ്യാപിക്കുന്നത്, സൂര്യപ്രകാശം എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ വ്യാപിക്കൂലേ. അപ്പം എങ്ങനെയാണോ ആ സൂര്യപ്രകാശം വ്യാപിക്കുന്നത്, വൈസേഹി അപ്രകാരം തന്നെ, ഗരീബി ആർ ഉദാസി ദാരിദ്ര്യവും ദുഃഖവും പൂരേ ദേശമേ ഫൈൽ ഗയീതി ദേശം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യപ്രകാശം വ്യാപിക്കുന്നത് പോലെ ദുഃഖവും ദാരിദ്ര്യവും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂര്യപ്രകാശത്തിനോട് ദാരിദ്ര്യത്തിനെയും ദുഃഖത്തിനെയും താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബിഗർത്തി മാനവത കാ ക്യാ താത്പര്യ ഹെ. ബിഗർത്തി മാനവത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് ചോദ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ബിഗർത്തി മാനവത കാ ക്യാ താത്പര്യ ഹെ. ആൻസർ നോക്കാം. ലോഗോം കെ അന്തർ കി സംവേദനായെ നൈതികത और आपसी സഹാനുഭൂതി കാ ഗത്മ ഹോന. അതായത് ബിഗർത്തി മാനവത എന്നതിനർത്ഥം ബിഗർത്തി മാനവത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തെ തകർക്കുക എന്നാണ് അർത്ഥം. അപ്പം മനുഷ്യത്വത്തെ തകർക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ലേഖകൻ ഉദ്ദേശിച്ചത് എന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസറാണ് ആളുകളിൽ സംവേദനാത്മകത, അതുപോലെ തന്നെ ധാർമ്മികത, പരസ്പര സഹാനുഭൂതി എന്നിവ നഷ്ടമായിരിക്കുന്നു. അതൊക്കെ നഷ്ടമാവുക, ആളുകളിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാതിരിക്കുക, പരസ്പര സഹായവും സഹാനുഭൂതിയൊന്നും ഇല്ലാതെ ഇരിക്കുക. ലോകമൊക്കെ അന്തർക്കി സംവേദനായ, ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ളിൽ സംവേദനക്ഷമത, അതുപോലെ തന്നെ നൈതികത പറഞ്ഞാൽ ധാർമ്മികത, ആപ്പസി സഹാനുഭൂതി, പരസ്പര സഹാനുഭൂതി, അതൊന്നും ഇല്ലാതിരിക്കുക, അതൊക്കെ അവസാനിച്ച ഒരവസ്ഥ, അതൊക്കെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യത്വത്തിനെയാണ് ഇവിടെ ബിഗർത്തി മാനവത എന്ന് പറഞ്ഞത്. മനുഷ്യത്വം തകർന്നവർ എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനുഷ്യത്വത്തെ തകർക്കുക എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. अपनी ईमानदारी भूख से टकराने पर आप क्या करेंगे. ഇതിൽ നമ്മൾ ഈ കഥയിൽ പഠിച്ചിട്ടുണ്ട്, അന്തോണിയോ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശപ്പും സത്യസന്ധതയും കൂട്ടിമുട്ടിയ സമയത്ത് അദ്ദേഹം അവിടെ കിടന്നിരുന്നൊരു സൈക്കിൾ മോഷ്ടിക്കാൻ വേണ്ടി തയ്യാറായി അല്ലേ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പനി ഈമാൻദാരി ബൂക്ക് സേ ടെക്കരാനെ പർ, നിങ്ങളുടെ സ്വന്തം സത്യസന്ധത, നിങ്ങൾ ഒരു വ്യക്തിയാണ്, അപ്പം നിങ്ങളുടെ സത്യസന്ധത നിങ്ങളുടെ വിശപ്പുമായിട്ട് കൂട്ടിമുട്ടുകയാണെങ്കിൽ ആപ്പ് ക്യാ കരയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് അതുപോലെ ഒരു അനുഭവം ഉണ്ട് എന്ന് കരുതുക. അപ്പം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതാം. നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ എഴുതിയത് मैं भूख सह लूँगा लेकिन ईमानदारी नहीं छोड़ूंगा. ഞാൻ വിശപ്പ് സഹിക്കും, ലേക്കിൻ ഈമാൻദാരി നെഹി ചോടുങ്ക, പക്ഷേ ഞാൻ ഒരിക്കലും ഈമാൻദാരി സത്യസന്ധത കൈവെടിയുകയില്ല, സത്യസന്ധത ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഗലത്ത് കാമസേ മിൽനെ വാല സുഖ് ക്ഷണിക് ഹോത്താ ഹെ. എന്തുകൊണ്ടാണ്? ഗലത്ത് തെറ്റായ വഴിയിലൂടെ നേടുന്ന
മിൽനെ വാല സുഖ് തെറ്റായ വഴിയിലൂടെ കിട്ടുന്ന സുഖം. ക്ഷണിക് ഹോത്ത ഹെ അത് ക്ഷണികമായിരിക്കും, അത് നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मुश्किल दिन है जिसका सामना करने निकली एक भीड़ है, इसका क्या तात्पर्य है? इसका मतलब है कि हर इंसान अपनी अपनी मुश्किलों से जूझ रहा है. ഇതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും അവരവരുടെ ബുദ്ധിമുട്ടുകളുമായി മല്ലിടുകയാണ് എന്നാണ്. അതായത് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. മുഷ്കിൽ ദിൻ ഹേ ജിസ്കാ സാമന കർണേ നികലി ഏക് ഭീഡ് ഹേ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. ഇതൊരു ദുഷ്കരമായ ദിവസമാണ്, ഒരു ജനക്കൂട്ടം ഇതിനെ നേരിടാൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ഇസ്കാ മത്ലബ് ഹേ കി ഇതിൻ്റെ അർത്ഥം ഹർ ഇൻസാൻ ഓരോ മനുഷ്യനും അപ്പനി അപ്പനി മുഷ്കിലോം സേ തങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ, ഓരോരുത്തർക്കും ഒരാൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടല്ലേ, എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെയൊക്കെ ജൂഞ്ച് രഹാഹേ അതുമായിട്ട് അവർ മല്ലിടുകയാണ്. അത് ആ ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രയാസപ്പെടുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂഞ്ച് രഹായ പറഞ്ഞാൽ മല്ലിടുക, മല്ലിടുക പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് എല്ലാവരും, ഒരു വ്യക്തി മാത്രമല്ല എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ് എന്ന്. ഓക്കെ, സിമ്പിളായിട്ട് ചെറിയ സെൻറ്റൻസിൽ എഴുതിയതാണ്. ആൻസറൊക്കെ വലുതായിട്ട് കുറേ വിശദമായിട്ട് എഴുതിയാൽ നിങ്ങൾക്കത് പഠിക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയത് കേട്ടോ. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हम अकेले नहीं है इसकी പ്രാസംഗികത पर विचार प्रकट करें. हम अकेले नहीं है നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതിലെ പ്രാസംഗികതയിൽ നിങ്ങളുടെ വിചാരണ അഭിപ്രായം പ്രകടമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നമ്മളോട് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. इसका अर्थ है कि दुनिया भर में लोग हमारी तरह सुख दुख झेलते हैं, इसलिए हम अकेले नहीं है. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഈ കഥയിൽ ഈ ഫിലിമി ലേഖയിൽ പറയാനുള്ള കാരണം എന്താണ്? ഇതിനർത്ഥം ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മളെ പോലെ കഷ്ടപ്പെടുന്നു. ഇസ്കാർത്തിഹേക്ക് ദുനിയാബർമെ, ദുനിയാബർമ എന്നാൽ ലോകമെമ്പാടും, ലോകം മുഴുവനുള്ള ലോക ജനങ്ങൾ, ഹമാരി തര നമ്മളെ പോലെ, ദുഃഖ് സുഖ് സുഖവും ദുഃഖവും ജയിൽത്തേഹെ അനുഭവിക്കുന്നു. ഇസ്ലിയെ ഹം അകേലെ നെഹിഹെ അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ പോലെ സുഖവും ദുഃഖവും കഷ്ടപ്പാടുകളും നമ്മളെപ്പോലുള്ള അനുഭവങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്, നമ്മൾ മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി നോക്കാം. प्रत्येक वाक्य के രേഖാങ്കിത शब्दों का संबंध पहचानें और वाक्यों की पूर्ति करें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക വാക്യക്കെ രേഖാങ്കിത ശബ്ദോं का संबंध पहचानें. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെൻറ്റൻസും നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ചൽത്താഹെ അതുപോലെ തന്നെ അന്തോണിയോ രണ്ടിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ അന്തോണിയോ ഓർ ബ്രൂണോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ടൂണ്ടത്തേഹെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയോ അന്തോണിയോ കി പത്നി മറിയ, അതുപോലെ തന്നെ ഇവിടെ ബേജിത്തിയെ, ഇത് രണ്ടാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏകവചനവും ബഹുവചനവുമാണ് പറയുന്നത്. ഏകവചനവും ബഹുവചനവുമാണ് പറയുന്നത്. അന്തോണിയോ എന്ന് പറയുന്നത് ഒരേ ഒരാളാണ്, ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അവിടെ ഏകവചനമാണ് വരുന്നത്. അന്തോണിയോ സൈക്കിൾ ചലാത്താഹെ, അപ്പോൾ ഇവിടെ താ എന്നാണ് വരിക. ചലാത്താഹെ ഏകവചനം വരുമ്പോൾ താഹെ എന്നാണ് വരിക, ആ എന്നാണ് വരുന്നത് ഏകവചനമാകുമ്പോൾ. ബഹുവചനം ആകുമ്പോഴാണ് എ വരിക. ഇവിടെ ആ എന്ന് വരും, ഇവിടെ എന്താണ്
എ വരുന്നത്. അപ്പോൾ ഇവിടെ അന്തോണിയോ മാത്രമാണ്, ഇത് ഏകവചനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചലാത്താ ഹേ, അന്തോണിയോ സൈക്കിൾ ചലാത്താ ഹേ, അന്തോണിയോ സൈക്കിൾ ഓടിക്കുന്നു. അന്തോണിയോ ഓർ ബ്രൂണോ സൈക്കിൾ ടൂണ്ടത്തെ ഹേ, അന്തോണിയോ മാത്രമല്ല, ഇവിടെ അന്തോണിയോയും ബ്രൂണോയും ഉണ്ട്, 2 പേരുണ്ട്. ഏകവചനമല്ല, ബഹുവചനമാണ്, ഒന്നിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൂണ്ടത്തെ ഹേ, കണ്ടോ, ടൂണ്ടത്തെ ഹേ എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. ടൂണ്ടത്തെ ഹേ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്രിയാധാതുവിൻ്റെ കൂടെ ചലാണെങ്കിൽ താ ചേർക്കുക, ചലാത്താ, ചലാത്താ ആ ചേർക്കും. പിന്നെ ബഹുവചനാണെങ്കിൽ ഇതിൻ്റെ കൂടെ എ ചേർക്കും. അത്രേ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ടൂണ്ടത്തെ ഹേ. അടുത്തത് അന്തോണിയോക്ക് പത്നി മറിയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക അന്തോണിയുടെ ഭാര്യ മറിയയെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗമാണ് വരുന്നത്. സ്ത്രീലിംഗമായതുകൊണ്ട് ഇവിടെ തീ എന്ന് വന്നു, ബേജ് തീ ഹേ. മനസ്സിലായോ? ഏകവചനവും ബഹുവചനവും സ്ത്രീലിംഗവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മളോട് ഇവിടെ നിഗൽന എന്ന് തന്നിരിക്കുന്നു. ഈ നിഗൽന എന്നതിനെ നമ്മളിവിടേക്ക് മാറ്റി എഴുതണം. ഇവിടെയുള്ള സെൻറ്റൻസിനനുസരിച്ചിട്ട്. ബാലക് എന്നാണ് ഇവിടെ. ബാലക് സൈക്കിൾ ഗോജിനെ. അപ്പോൾ ബാലക് ഒരു ബാലൻ, ഒരൊറ്റ ആളാണ്, ഒറ്റ കുട്ടിയാണ് അല്ലേ, ഒരു ആൺകുട്ടിയാണ്. ബാലക് പറയുമ്പോൾ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടി വരുമ്പോൾ എന്താണ്? പുല്ലിംഗം ഏകവചനമാണ്. പുല്ലിംഗം ഏകവചനമായതുകൊണ്ട് നിഗൽ താഹേ, കണ്ടോ, നിഗൽ എന്നുള്ളെടുക്കുക, ഈ നാക്ക് പകരം താ എന്ന് ചേർക്കുക, നിഗൽ താഹേ. അടുത്തത് ബാലിക, പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? നിഗൽ തീഹേ. ബാലിക സൈക്കിൾ ഗോജിനെ നിഗൽത്തി ഹേ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യോം കോ ജോഡ് കർ ലിഖിയേ. ഇവിടെ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ചിട്ട് സെന്റൻസ് യോജിപ്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉസേ പതാഹേ, ഉസേ പതാഹേ. പിന്നെ താഴെ തന്നിരിക്കുന്നു ചോരി ബുരി ചീസ് ഹേ. അയാൾക്കറിയാം എന്താണ്? കളവ് ചീത്ത പ്രവൃത്തിയാണെന്ന്. അപ്പം അത് എങ്ങനെ എഴുതണം? ഉസേ പതാഹേക്ക്, അയാൾക്കറിയാമായിരുന്നു എന്തെന്നാൽ ചോരി ബുരി ചീസ് ഹേ, കളവ് ചീത്ത പ്രവൃത്തിയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒറ്റ സെൻറ്റൻസ് ആക്കണം. ഒറ്റ സെൻറ്റൻസ് ആക്കാൻ നമ്മൾ ചേർക്കേണ്ടത് കീ എന്നാണ്. കീ എന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ. കീ എന്തെന്നാൽ നമ്മൾ കാ കേ കീ പഠിച്ചിട്ടുണ്ടല്ലേ, അത് കാന്ന് എഴുതിയതിന് ശേഷം ഇങ്ങനെയാണ് അതിൻ്റെ വള്ളി വരുന്നത്, കീ. അപ്പം അതിൻ്റെ അർത്ഥം വരുന്നത് ൻ്റെ, ഉടെ, ഉള്ള, ലേ എന്ന അർത്ഥമാണ് വരുന്നത്. അതെല്ലാം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ കീ എല്ലാം നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ വള്ളി ഇടുക, അതിന് ശേഷം കാ എഴുതുക, കീ. ഫസ്റ്റ് തന്നെയാണ് നമ്മളിതിൻ്റെ ചിഹ്നം കൊടുക്കുന്നത്, പിന്നെയാണ് കാ എഴുതുന്നത്. ആദ്യം തന്നെ ചിഹ്നം കൊടുക്കുക, അങ്ങനെ ഇടത്തോട്ട്. അപ്പോൾ ഇതാണ് എന്തെന്നാൽ എന്നർത്ഥം വരുന്നത്. ഈ ഒരു വള്ളിയുടെ വ്യത്യാസം കൊണ്ട് മാത്രം അർത്ഥവ്യത്യാസം വരുന്നതാണിത്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ ൻ്റെ, ഉടെ, ഉള്ളാലേ, കാ കഴിഞ്ഞിട്ട് കീട്ടാൽ. എന്നാൽ വള്ളി ഇട്ടതിന് ശേഷം കാന്നെഴുതുക. ഇടത്ത് വശത്ത് വള്ളി ഇടുക, കാന്നെഴുതി കഴിഞ്ഞാൽ കീ. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ. അപ്പോൾ ഉസേ പതാഹേ കി ചോരി ബുരി ചീസ് ഹേ. ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഉസേ പതാഹേ എന്നുണ്ട്, പിന്നെ ഒരു കീ ചേർക്കണം, ബാക്കി അങ്ങോട്ട് കൂട്ടി എഴുതണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ചെയ്യാം. ഉന്നേ ഉമ്മീദ് ഹേ സൈക്കിൾ മിലേഗി. അപ്പം എന്താണ്? ഉന്നയും ഉമ്മീദ് ഹേ കി സൈക്കിൾ മിലേഗി. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു സൈക്കിൾ ലഭിക്കുമെന്ന്. അവർക്ക് സൈക്കിൾ ലഭിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കീ ചേർക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിസി മൻ പസന്ത് സിനിമ की विशेषताओं का उल्लेख करते हुए एक फिल्मी लेख तैयार करें. ഏതെങ്കിലും ഒരു നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമയുടെ വിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഫിലിമി ലേഖ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ഫിലിമി ലേഖാണ്. അതുപോലെ നിങ്ങളോട് ഒരു ഫിലിമി ലേഖ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഞാൻ താരേ സമീൻ പർ എന്ന ഫിലിമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ മേരി മാം എന്ന് പറഞ്ഞിട്ട് ഒരു കവിത, ഒരു ഫിലിമി ഗീത് പഠിക്കാനുണ്ടല്ലോ, അത് തന്നെയാണ്, അതിലുള്ള കാര്യമാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഫിലിമി ലേഖ് താരേ സമീൻ പർ. ഫിലിമി ലേഖ് താരേ സമീൻ പർ എന്ന ഫിലിമി ലേഖാണ്. ഫിലിം കാ നാം താരേ സമീൻ പർ. നിർദ്ദേശക് അമീർ ഖാനാണ് നിർദ്ദേശക്. മുഖ്യ കലാകാർ അമീർ ഖാനും ദർശീൽ സഫാരിയുമാണ്. ശിക്ഷക് और പ്രേരണാദായക ഫിലിം. ഇതൊരു പ്രേരണാദായകമായിട്ടുള്ള ഫിലിമാണ്. ഇനി അതിൻ്റെ സാരാംശത്തിലേക്ക് പോവാം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഫിലിമി ലേഖ്. യഹ് ഫിലിം ഏക് ചോട്ടെ ബച്ചെ ഈശാൻ അവസ്ഥി കി കഹാനി ഹെ. ഈ ഫിലിം ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ഈശാൻ, എന്താണ് പേര്? ഈശാൻ അവസ്ഥി എന്ന പേരായിട്ടുള്ള ചെറിയൊരു കുട്ടിയുടെ കഥയാണ് ഈ ഫിലിമിലുള്ളത്. ജോ പഠായി മേ ബഹുത്ത് കംസോർ ഹേ. എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? പഠായി മേ ബഹുത്ത് കംസോർ ഹേ, പഠിക്കാൻ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടിയായിരുന്നു അത്. പഠനത്തിൽ വളരെ ദുർബലനായ ഈശാൻ അവസ്ഥി എന്ന ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. वह शब्दों को ठीक से पढ़ या लिख नहीं पाता क्योंकि उसे डिस्लेक्सिया नाम की समस्या होती है. ഡിസ്ലെക്സിയ ബാധിച്ചതിനാൽ അവന് വാക്കുകൾ ശരിയായി വായിക്കാനോ എഴുതാനോ കഴിയില്ലായിരുന്നു. स्कूल के शिक्षक और माता पिता उसे समझ नहीं पाते और डांटते रहते हैं. സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും അവനെ മനസ്സിലാക്കുന്നില്ല, അവനെ നിരന്തരം ശകാരിക്കുന്നു. लेकिन एक दिन नया कला शिक्षक राम शंकर निकुंब उसकी प्रतिभा पहचानते हैं. എന്നാൽ ഒരു ദിവസം പുതിയ കലാ അധ്യാപകനായ രാം ശങ്കർ നികുംബ്, അവിടെ രാം ശങ്കർ നികുംബായിട്ട് അഭിനയിക്കുന്നത് അമീർ ഖാനാണ്, അവൻ്റെ കഴിവുകൾ, അങ്ങനെ രാം ശങ്കർ നികുംബ് എന്ന കലാ അധ്യാപകൻ അവൻ്റെ കഴിവുകൾ തിരിച്ചറിയുന്നു. वह ईशान को कला के माध्यम से आत्मविश्वास और अपनी पहचान दिलाता है. കലയിലൂടെ ഈശാനെ ആത്മവിശ്വാസവും സത്യവും നേടാൻ അദ്ദേഹം സഹായിക്കുന്നു. तारे ज़मीन पर एक प्रेरक फिल्म है जो हमें सिखाती है कि हर बच्चा अनोखा और कीमती है. താരേ സമീൻ പർ എന്നത് പ്രചോദനാത്മകമായ ഒരു ചിത്രമാണ്. അത് ഓരോ കുട്ടിയും അതുല്യനും വിലപ്പെട്ടവനുമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ കുട്ടിയും അതുല്യമായിട്ട് കഴിവുള്ളവരായിരിക്കും. അവർക്ക് പല കഴിവുകളുണ്ടായിരിക്കും. ഒരു കഴിവല്ലെങ്കിൽ മറ്റൊരു കഴിവുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഓരോ കുട്ടിയും എങ്ങനെയാണ്? കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ അനോഖ ഓർ കീമത്തി, അനോഖ പറഞ്ഞാൽ വിചിത്രമായവർ, അതായത് ഓരോ കുട്ടികളിലും ഓരോ അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അനോഖ. കീമത്തി പറഞ്ഞാൽ കഴിവുള്ളവർ, അവർ കഴിവുള്ളവർ ആയിരിക്കും എന്ന് ഈ സിനിമയിലൂടെ പറയുകയാണ്. അഗർ ഉസേ സമജ്ജ और प्रोत्साहित किया जाए तो वह आसमान के तारों की तरह चमक सकता. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ കുട്ടിയും അതുല്യനും വിലപ്പെട്ടവനുമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ എന്താണ്? അഗർ ഉസേ സമച്ച ഓർ പ്രോത്സാഹിത കിയാ ജയത്ത, ഒരു പക്ഷേ അവരെ മനസ്സിലാക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങാൻ കഴിയും. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവഹ് ആസമാൻ കെ താരോ കി തര, അവര് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സിനിമയാണ് താരേ സമീൻ പർ. അതിൻ്റെ കഹാനിയാണ് നമ്മളെ ഫിലിമി ലേഖാണ് നമ്മളിവിടെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിതിലുള്ള അടുത്ത വർക്ക് എന്താണ് എന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് ആപ്കെ സ്കൂൾ കെ ഫിലിമോത്സവ് കെ
ബൈസിക്കിൾ തീസ് സിനിമ का प्रदर्शन होने वाला है. നിങ്ങളുടെ സ്കൂളിൽ ഫിലിമോത്സവമാണ്. അപ്പോൾ ആ ഫിലിമോത്സവത്തിലേക്ക് ബൈസിക്കിൾ തീസ് എന്ന സിനിമ പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. പിന്നെ നമുക്ക് പോസ്റ്റർ നോക്കാം. പോസ്റ്റർ ഫിലിമോത്സവിനെ കുറിച്ചാണ് പോസ്റ്റർ ഉണ്ടാക്കാനുള്ളത്. ഫിലിമോത്സവ് എന്നെഴുതുക. ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിമോത്സവമാണല്ലോ, അപ്പോൾ അത് രണ്ടും നമുക്ക് തന്നതാണ്. ആ ബൈസിക്കിൾ തീവ്സ് എഴുതുക. പിന്നെ ഡേറ്റ് എഴുതണം. 28 ഒക്ടോബർ 2025 ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇവിടെ എഴുതാം. ഈ ഡേറ്റ് തന്നെയാണെങ്കിൽ ഈ ഡേറ്റ് തന്നെ എഴുതാം. താരീഖ് 28 ഒക്ടോബർ 2025. സമയം ദോപഹർ 2 ബജെ. സമയം ഉച്ച. ദോപഹർ പറഞ്ഞ ഉച്ചയാണ്. ഉച്ച 2 മണിയാണ് എഴുതിയിരിക്കുന്നത്. സ്ഥാൻ സ്കൂൾ സഭാഗൃഹ്. സബ്കാ സ്വാഗതം. ഇതിൽ സമയ ദോപഹർ 2 ബജെ നിങ്ങൾക്ക് സുബഹ് 10 ബജെ വേണമെങ്കിൽ വെക്കാം. സുബഹ് രാവിലെ 10 മണിക്ക് വെക്കാം, 12 മണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വെക്കാം. ഇത് തന്നെയാണെങ്കിൽ ഇത് തന്നെ വെക്കാം. അതുപോലെ തന്നെ താരീഖ് 28 ഒക്ടോബർ 2025 ആ ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. വരാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കണം വെക്കേണ്ടത്. കാരണം പോസ്റ്റർ ഇനി നടക്കാൻ പോകുന്നതാണ് അല്ലേ. ഇനി വരാൻ പോകുന്ന ഇന്ന ദിവസം നടക്കാൻ പോകുന്നു എന്നാണ് പോസ്റ്റർ കാണിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഡേറ്റ് കൊടുത്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയാണ് നമ്മൾ പോസ്റ്റർ ചെയ്യേണ്ടത്. സബ്കാ സ്വാഗതം കൂടെ വെക്കുക. വളരെ സിമ്പിളായിട്ട് 4 മാർക്ക് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ, നിങ്ങളുടെ ഡേറ്റും സമയവും സ്ഥാൻ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.